ഓരോ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും മാനിഫെസ്റ്റോ നടപ്പാക്കാനുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് കേട്ടോ നമ്മുടേത്. പക്ഷേ കൊടുത്ത വാഗ്ദാനങ്ങളിൽ 99% കഴിഞ്ഞ 600 വാഗ്ദാനങ്ങളിൽ 900 വാഗ്ദാനങ്ങളിൽ ഏറിയ പങ്കും 99% നടപ്പിലാക്കിയാണ് ഒന്നാം പിണറായി സർക്കാർ തുടർച്ചയിലേക്ക് വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇനി അവശേഷിക്കുന്നത് 100-ൽ താഴെ മാത്രം വാഗ്ദാനങ്ങളാണ്. അത് ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം 90-95% മാനിഫെസ്റ്റോ നടപ്പിലാക്കിയ ഒരേ ഒരു സർക്കാരേ കേരളത്തിലുള്ളൂ. അത് ഇടത് സർക്കാരാണ്. അത് നമ്മളുടെ മുന്നിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്നേ. നമുക്കിത് വാദിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല, കണക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ആരെങ്കിലും ഒരാൾ വെല്ലുവിളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കാൻ തയ്യാറാണ്. ഇടത് സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയതുപോലെ അത്രയും സ്ട്രൈക്ക് റേറ്റോടുകൂടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയിട്ടുള്ളൂ. എന്താണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മാനിഫെസ്റ്റോ? എവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കല്ലിട്ടിട്ട് പോയ പദ്ധതികളുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം, പ്രേക്ഷകർക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കാതെ വികസന പ്രവർത്തനം UDF സർക്കാർ നടത്തിയതിൻ്റെ ഒരു മാതൃക കോട്ടയം നഗരത്തിൽ ഉയർത്തി നിൽപ്പുണ്ട്. നമ്മളതിനെ മനോഹരമായൊരു പേരിട്ടിട്ടുണ്ട്, ആകാശപാത എന്നാണ്. ആർക്കു വേണ്ടി ആകാശപാത ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ജനങ്ങളിൽ നിന്നൊരു അഭിപ്രായം എടുത്തോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകാശപാതയുമായി വരുന്നതിനൊപ്പം ഇന്നും ഇങ്ങനെ കുറേ ഇരുമ്പ് പാളികളിൽ ഇരുമ്പ് കമ്പികളിൽ നിൽപ്പുണ്ട് ആകാശപാത. ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. സർക്കാർ ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ജനാധിപത്യത്തിൻ്റെ സുന്ദരമായ ആശയങ്ങളിലൊന്നാണ്.